നിവർന്നിരിക്കുക, തല നിവർന്നിരിക്കുക. ആ, ബ്രീത്ത് നിങ്ങൾ എടുക്കണ്ട. നമ്മൾ ചാടിയതിൻ്റെ ബ്രീത്ത് ഉണ്ടല്ലോ, അതിങ്ങനെ നോർമലിലേക്ക് വരട്ടെ. നിങ്ങളൊന്നും ബ്രീത്ത് ഒന്നും ചെയ്യണ്ട, അങ്ങനെ വെറുതെ ഇരുന്നാൽ മതി. തല ലേശം പൊക്കിക്കൊള്ളി, ലേശം. ആ, വെരി ഗുഡ്, വെരി ഗുഡ്. കുറച്ച് നല്ല മുഖം, ഒരു ചിരിച്ച മുഖമായിട്ടിരിക്കട്ടെ, പ്രസന്നത ഇരിക്കട്ടെ, നല്ല പ്രസന്നത. നിവർന്നിരിക്കും. കൈ ചിന്മുദ്ര ശരിക്കും വയ്ക്ക്. 3 വിരൽ നീട്ടി വയ്ക്കണം, 3 വിരൽ നല്ല നീട്ടി വയ്ക്കണം. ചേർത്തിട്ട് സ്ട്രെയിറ്റ്, ബോഡി സ്ട്രെയിറ്റ്. ചിന്ന് ലേശം പൊന്തിക്കുക, മുഖം ലേശം പൊന്തിച്ചോളി, കുറച്ച്. ചിരിച്ച മുഖം, സ്മൈലിംഗ് ഫേസ്. നിവർന്നിരിക്കൂ. സ്ട്രെയിറ്റ് ബോഡി. ഉറങ്ങാൻ പാടില്ല, ശ്രദ്ധിച്ചിരിക്കണം. സ്മൈലിംഗ് ഫേസ്, ചിരിക്കണ്ട, സ്മൈലിംഗ് ഫേസ്. ഇനി ഞാൻ പറയുന്നത് അങ്ങനെ വെറുതെ കാതിൽ കേട്ടാൽ മതി, കണ്ണൊന്നും തുറക്കണ്ട. മനസ്സിൽ ഞാൻ പറയുന്നത് അങ്ങനെ മനസ്സിൽ പറയണം. നിങ്ങളുടെ മനസ്സിന് നിങ്ങൾ വാക്ക് കൊടുക്കാണ്. എൻ്റെ ആരോഗ്യത്തിന് വേണ്ടി, എൻ്റെ ടാലൻറ്റിന് വേണ്ടി, എൻ്റെ സന്തോഷത്തിന് വേണ്ടി ഞാൻ ദിവസവും 10 മിനിറ്റ് യോഗ ചെയ്ത് ഒരു 5 മിനിറ്റ് ധ്യാനത്തിൽ ഇരിക്കും. ഇത് ഞാൻ എനിക്ക് തരുന്ന വാക്കാണ്. അവരവർക്ക് തന്നെ വാക്ക് കൊടുക്കാണ്. നിങ്ങൾ കൊടുത്ത വാക്ക് നിങ്ങൾ തന്നെ അനുസരിച്ചില്ലെങ്കിൽ നിങ്ങളുടെ വാക്കിനെ വേറെ ആരും വില വയ്ക്കില്ല. അപ്പോൾ നിങ്ങൾക്ക് തന്നെ വാക്ക് കൊടുക്കാൻ ദിവസവും യോഗ ചെയ്യും, 5 മിനിറ്റ് ധ്യാനം ഇരിക്കും. അപ്പോൾ അങ്ങനെ ഇരിക്കുമ്പോൾ എന്താവും, നമ്മുടെ മുഖത്തിന് നല്ല തേജസ് വരും, നമുക്ക് ദേഹത്തിന് ആരോഗ്യം വരും, ഉന്മേഷം ഉണ്ടാവും, പഠിക്കുന്നതൊക്കെ നല്ല മെമ്മറിയിൽ ഉണ്ടാവും, നമ്മളെപ്പോഴും ആക്റ്റീവായിട്ടിരിക്കും, ദേഹത്തിന് ക്ഷീണം തോന്നില്ല, നല്ല ബോഡി ഫിറ്റ്നസ് ഉണ്ടാവും, എല്ലാം എന്ത് വേണമെങ്കിലും ചെയ്യാൻ പറ്റുന്നുള്ള ഒരു ഉത്സാഹം ഉണ്ടാവും, മുഖം കണ്ട നല്ല ഭംഗി, കണ്ണിന് നല്ല അട്രാക്ഷൻ. ഇതൊക്കെ നമുക്ക് ഈ ഒരു ചെറിയൊരു യോഗ കുറച്ച് നേരം ചെയ്യുന്നതിൽ നമുക്ക് കിട്ടും. ഈ ധ്യാനം ചെയ്യുമ്പോൾ
ഒന്നും കണ്ണ് തുറക്കാതെ ഒരു വേണ്ടാത്തതും ചിന്തിക്കാതെ കൈ ഇട്ടിട്ട് കളിക്കാതെ കൈ ചിന്നിൽ വയ്ക്കുക പറഞ്ഞാൽ ചിന്മുദ്രയിൽ മാത്രമേ ഉണ്ടാവാൻ പാടൂ. അടുത്തുള്ളവരെ നോണ്ടിക്കൊണ്ടിരിക്കാതെ നമ്മുടെ ശ്രദ്ധയൊന്നും മാറാൻ പാടില്ല. ഒരേ ശ്രദ്ധയിൽ ഇരുന്നിട്ട് നമ്മൾ ധ്യാനം ഇരിക്കണം. അങ്ങനെ ധ്യാനം ഇരുന്ന് പഠിച്ചു കഴിഞ്ഞാൽ നമുക്ക് എല്ലാ കാര്യത്തിലും നല്ല കോൺസെൻട്രേഷൻ കിട്ടും. കോൺസെൻട്രേഷൻ എന്തിലുണ്ടെങ്കിലും അവിടെ നമുക്ക് ജയമാണ്. കോൺസെൻട്രേഷൻ ഇല്ലെങ്കിൽ എത്ര നന്നായിട്ട് അറിയുന്ന കാര്യമാണെങ്കിലും നമുക്ക് തെറ്റുപറ്റി പോകും. അതുകൊണ്ട് കോൺസെൻട്രേഷന് വേണ്ടിയിട്ടാണ് നമ്മൾ ഈ ധ്യാനമൊക്കെ ഇന്ന് നമ്മുടെ മനസ്സിനെ നമ്മുടെ കൈപ്പിടിയിൽ കൺട്രോളിൽ കൊണ്ടുവരികയാണ്. അപ്പോൾ ഇത് ദിവസവും നിങ്ങൾ ഒരു 10 മിനിറ്റ് യോഗ, ഒരു 5 മിനിറ്റ് ധ്യാനം, ഇത് റെഗുലറായിട്ട് നിങ്ങൾ ചെയ്യണം. അപ്പോൾ അവരവരുടെ മനസ്സിൻ്റെ ഇതിൽ കൈ വയ്ക്കുക, നെഞ്ഞത്ത് വലത്തേ കൈ വയ്ക്കും. നിങ്ങൾ വാക്ക് കൊടുത്തോളീൻ, നിങ്ങളുടെ മനസ്സിന് വാക്ക് കൊടുത്തോളീൻ. നെഞ്ഞത്ത് വലത്തേ കൈ നെഞ്ഞിൽ വയ്ക്കുക. നിങ്ങൾക്ക് തന്നെ വാക്ക് കൊടുക്കുക. ഞാൻ ദിവസവും 10 മിനിറ്റ് യോഗ ചെയ്യും, ഒരു 5 മിനിറ്റ് ധ്യാനം ചെയ്യും. സന്ധ്യ നേരത്ത് ദിവസവും ലീവാണെങ്കിലും സ്കൂളുണ്ടെങ്കിലും സന്ധ്യ നേരത്ത് ഞാൻ നാമജപം ചൊല്ലും. ഒരു കാരണം കൊണ്ടും ഇത് വിടില്ല. വാക്ക് കൊടുത്തോളീൻ. നിങ്ങൾക്ക് തന്നെ ആരും ഞങ്ങളെ പ്രഷർ കൊടുക്കാതെ നിർബന്ധിക്കാതെ ഞങ്ങൾ തന്നെ ഈ കാര്യങ്ങളൊക്കെ ചെയ്യും. ഞങ്ങൾ നല്ല മിടുക്കന്മാരാവും. ഒരാളും ഞങ്ങളെ നിർബന്ധിച്ച് ചെയ്യിക്കില്ല. ഞങ്ങൾ തന്നെ അതാത് സമയത്തിൽ ഇതൊക്കെ ഞങ്ങൾ ചെയ്തുകൊള്ളും. വാക്ക് വാക്ക് വാക്ക്. ഇനി മെല്ലെ 2 കൈ റബ് ചെയ്യുക. 2 കൈ റബ് ചെയ്യും, തേക്കും. 2 കൈയും തേക്കുക, നല്ല തേക്കുക. നല്ല ഒരു ബാമാവും കൈ. ആ മുഖത്തിൻ്റെ കണ്ണിൻ്റെ അവിടെ വയ്ക്കുക. മെല്ലെ എന്നിട്ട് കൈ എടുക്കുക. മെല്ലെ കണ്ണ് തുറക്കുക. ചിമ്മി 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 മെല്ലെ കണ്ണ് തുറന്നോളി. ചിമ്മി ചിമ്മി തുറക്കുക. ഇനി നല്ല നോക്കിക്കോളി. ഗുഡ്, വെരി ഗുഡ്.